ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബൈറ്റ് സ്പേസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പോയിന്റ്സിൽ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഹിസ്റ്റോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ബേസിക് പ്രോട്ടീൻസ് ആണ്, ലൈസിൻ അർജിനിൻ പോലെയുള്ള അമിനോ ആസിഡ്സ് അതിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നു. ദെൻ DNA കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അത് ഹിസ്റ്റോൺ പ്രോട്ടീനിന് ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത് കാണപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ഹിസ്റ്റോൺ ഒക്ടാമർ പറഞ്ഞു. ഒക്ടാമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആണ് ഉള്ളത്. അതൊരു ഹിസ്റ്റോൺ കോർ ഫോം ചെയ്യുന്നു. അതിൽ H2A 2 H2B 2 H3H4 ഉണ്ട്. ദെൻ ന്യൂക്ലിയോസോം എന്താണെന്ന് പറഞ്ഞു. ദെൻ DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ റാപ്പ് ചെയ്ത് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. 200 ബേസ് പേഴ്സ് ഓഫ് DNA ആണ് കാണപ്പെടുന്നത് ന്യൂക്ലിയോസോമിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ന്യൂക്ലിയോസോം ഇവിടെ, ദെൻ നെക്സ്റ്റ് ന്യൂക്ലിയോസോം, ദെൻ നെക്സ്റ്റ് ന്യൂക്ലിയോസോം, ദെൻ നെക്സ്റ്റ് ന്യൂക്ലിയോസോം, അങ്ങനെ ന്യൂക്ലിയോസോംസ് ഇങ്ങനെ. ഇതൊരു ന്യൂക്ലിയോസോം ആണ് കേട്ടോ. ഇതൊരു ന്യൂക്ലിയോസോം ആണ്. ഇത് അടുത്ത ന്യൂക്ലിയോസോം ആണ്. ന്യൂക്ലിയോസോം ഇതിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന ഈ DNA ഈ രണ്ട് ന്യൂക്ലിയോസോമിന് ഇടയ്ക്ക് കാണുന്ന DNAനെയാണ് നമ്മൾ ലിങ്കർ DNA എന്ന് പറയും. എന്തെന്ന് പറയും? ലിങ്കർ DNA എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലുക്സ് ലൈക്ക് ബീഡ്സ് ഓൺ സ്ട്രിങ് അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നോക്കി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ബീഡ്സ് ഓൺ സ്ട്രിങ്, അതായത് ഈ ഒരു പിക്ചർ, അതായത് ന്യൂക്ലിയോസോം, ദെൻ ത്രെഡ് ലൈക്ക് ലിങ്കർ DNA, ദെൻ കംസ് ദ ന്യൂക്ലിയോസോം, എഗെയിൻ ദ ത്രെഡ് ലൈക്ക് ലിങ്കർ DNA. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന നമ്മളൊരു ത്രെഡിൽ മുത്ത് കോർത്തിട്ട പോലെയുള്ള സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ മെയ്ഡ് ഓഫ് റിപ്പീറ്റിംഗ് ന്യൂക്ലിയോസോംസ് ഇൻ ദ ന്യൂക്ലിയസ്. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.